അസമിൽ യൂറിയ ഫാക്ടറി യൂറിയ പ്ലാന്റ് നടപ്പാക്കും, അത്തരത്തിൽ അത് പ്ലാന്റ് കൊണ്ടുവരുമെന്നൊക്കെ ബജറ്റിൻ്റെ പ്രഖ്യാപനത്തിൽ വരുന്നുണ്ട്. സി പി ജോണിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ സി പി ജോൺ, അങ്ങ് നേരത്തെ പോകണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒരിക്കൽ കൂടി അങ്ങയിലേക്ക് വരുന്നത്. താങ്കൾ ഈ ബാങ്ക് ജപ്തി ചെയ്യുന്ന കാര്യം, ഈ ജപ്തി നടപടികൾ അങ്ങേയറ്റം വലിയ രീതിയിലൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കിട്ടാക്കടത്തിൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലെ എക്കണോമിക് സർവേ റിപ്പോർട്ടിലൊക്കെ വന്നത്. 2.8% ബാങ്കുകളിലെ കിട്ടാക്കടമൊക്കെ കുറയുകയാണ്. 11 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞൊരു നിരക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ കടത്തിൻ്റെ കാര്യത്തിലായാലും അത് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിലായാലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ അതിശക്തമാണ് എന്നൊരു സൂചന തന്നെയല്ലേ ഇന്നലെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിലൊക്കെ വന്നത്? ഞാൻ പറഞ്ഞതിനെ നിങ്ങളൊന്നും അടിവരയിടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കിട്ടാക്കടം കുറയ്ക്കേണ്ടത് ബാങ്കുകളുടെ ഒരു ജീവൽ പ്രശ്നമാണ്. നമ്മളൊരു കടമെടുത്ത ആളുടെ ആംഗിളിൽ നോക്കുമ്പോൾ അവർ തിരിച്ചു പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമായിരുന്നു എന്ന് പറയാം. പക്ഷെ ബാങ്കുകളും ക്രൈസിസിലാവുമല്ലോ. വൻകിട ബാങ്കുകൾക്ക് കുറച്ചുകൂടെ ഒരു വിൻഡോ ഉണ്ട്. പക്ഷേ ഇന്ന് ചെറുകിട ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ തന്നെ, സൊസൈറ്റികൾ പോലും ഇന്ന് വലിയ ജപ്തി നടപടികളിലേക്ക് പോകാനുള്ള കാരണം, അങ്ങനെ പോയില്ലെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റാകെ കുഴപ്പത്തിലാവും. അപ്പോൾ ഇത്തരത്തിൽ നടപടികൾ എടുക്കുന്നതിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല. ഗവൺമെൻറ്റിന്, സ്റ്റേറ്റിന് ഒരു റോളുണ്ട്. അതാണല്ലോ ചർച്ചാ വിഷയം. ബാങ്കായിട്ട് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. ബാങ്കിന് പൈസ പിടിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ നോൺ പെർഫോമിംഗ് അസറ്റുകൾ NPA അത് കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ അവർ തമ്മിലുള്ള കടമെടുത്തയാളും ബാങ്കും തമ്മിലുള്ള സമരത്തിൽ നമുക്ക് അവിടെ ആരുടെ ഭാഗത്ത് നിൽക്കണം എന്ന് ചോദിച്ചാൽ കടമെടുത്ത ആളുടെ ഭാഗത്ത് നിൽക്കാൻ നമുക്ക് തോന്നും. പക്ഷേ ആ കടമെടുത്ത ആൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കിട്ടിയോ അല്ലെങ്കിൽ കൊടുക്കാമായിരുന്നല്ലോ, എഴുതി തള്ളണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള അവസരമാണിത്. കാരണം കോവിഡ് കഴിഞ്ഞ് ഇപ്പോഴും അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, ഇക്കോണമിയുടെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അവസരങ്ങൾ ഈ ബജറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ഹെൽത്തിൽ ചില നല്ല കാര്യം ചെയ്തു. ഞാനിപ്പോൾ എല്ലാം വിമർശിക്കുക എന്ന് വിചാരിക്കരുത്. 36 ഇനം മരുന്നുകൾക്ക് വില കുറഞ്ഞു. ക്യാൻസർ മരുന്നുകൾക്ക് നല്ല കാര്യമാണ്. ജില്ലാ ആശുപത്രികളിൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഡേ കെയർ സെൻ്ററുകൾ തുടങ്ങുന്നു. വളരെ ശ്രദ്ധിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതും മറ്റ് രോഗികളിൽ നിന്നൊക്കെ അകന്നൊക്കെ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എങ്കിലും ഞാനതിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റിൻ്റെ എണ്ണം 130% കൂടി, ഇനിയും കൂട്ടുന്നതും നല്ല കാര്യം. ഇതൊന്നും ഞാൻ എതിർക്കുന്നതല്ല. പക്ഷേ ഈ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ്, അവരുടെ രോഗാതുരത എന്താണ് എന്നെല്ലാം പ്രശ്നങ്ങൾ കൂടെ ഒരു കടന്നു പോകുന്നു. ഇതെല്ലാം ഈ ബജറ്റ് പ്രസംഗത്തിൽ പറയണമെന്നല്ല. ഇത്തരം കാര്യങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ളതുമായി തട്ടിച്ചു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബജറ്റ് പ്രസംഗത്തിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകളുടെ ക്രയശേഷിയും അവരുടെ കഴിവും വർദ്ധിപ്പിക്കാൻ കിട്ടിയ ഒരു ചാൻസ് നമ്മുടെ നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചില്ല എന്ന വിമർശനം ഉന്നയിക്കാൻ. ഞാനൊരു ചെറിയ സംശയം ചോദിക്കട്ടെ. നേരത്തെ ആദായ നികുതി ഇളവിന്റെ കാര്യം പറഞ്ഞല്ലോ. ഏതാണ്ട് ഒരു 1.25 ലക്ഷം കോടിയോളം രൂപ നമ്മുടെ മാർക്കറ്റിൽ എത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വളരെ കൃത്യമായി ഈ വിപണി ഇടപെടലൊക്കെ സ്വാധീനിക്കപ്പെടുകയില്ലേ? ഈ പണം നമ്മുടെ വിപണിയിലേക്ക് എത്തുമ്പോൾ ആ സമ്പദ് വ്യവസ്ഥ ഉത്തേജിപ്പിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും 1 ലക്ഷം കോടി രൂപ, 1.02 അല്ലെങ്കിൽ 1 ലക്ഷം എന്ന് വിചാരിക്കാം. 1 ലക്ഷം കോടി രൂപ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഉത്തേജിക്കപ്പെടാൻ വേണ്ടിയാണല്ലോ ഈ എക്സസൈസ് ചെയ്തത്. പക്ഷേ ഒരു എക്സാമ്പിൾ പറയാം. ഇച്ചിരി ധനികരാണല്ലോ, ധനികരെന്ന് പറഞ്ഞാൽ ഇടത്തരക്കാരിൽ മികച്ചവരാണല്ലോ ഈ 12 ലക്ഷം കിട്ടുന്നവർ. ഒരു സാധാരണ ആർക്കും നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം ഇല്ലല്ലോ. ആ വരുന്ന ആളുകൾ അവർ വിപണിയിൽ തന്നെ ഇടപെടും എന്നതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഉദാഹരണം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ എടുത്ത് നോക്കാം. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എടുത്താൽ അവർ പെട്ടെന്നൊരു വിദേശയാത്ര ചെയ്യും. വിദേശയാത്ര ചെയ്താൽ വിപണിയിൽ ഇടപെടലല്ല. ഒരു വിദേശി ഇവിടെ വന്ന് 100 രൂപ ചിലവഴിക്കുന്നതും നമ്മൾ ആ പുറത്ത് പോയി 100 രൂപ ചിലവഴിക്കുന്നതും തമ്മിൽ തട്ടിക്കഴിഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ ഉന്നത അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകൾ അവർ നേരെ വിപണിയിലേക്ക് ഓടുകയല്ല. നേരത്തെ ജോസ് കൂടെ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അതേസമയം
കർഷകർക്കോ കർഷക തൊഴിലാളികൾക്കോ ആയിരുന്നു ഈ 1 ലക്ഷം കോടി രൂപ കൊടുത്തിരുന്നതെങ്കിൽ അവർ ഉടനെ വിപണിയിലേക്ക് എത്തും. അവർ കീറിപ്പോയ സ്കൂൾ ബാഗ് വാങ്ങാനും പൊട്ടിപ്പോയ ചെരുപ്പ് വാങ്ങാനും കേടുവന്ന TV നന്നാക്കാനും അല്ലെങ്കിൽ പുതിയത് വാങ്ങാനും ഒരു സൈക്കിൾ വാങ്ങാനും മോട്ടോർ സൈക്കിൾ വാങ്ങാനും ആയിട്ട് അവരായിരുന്നു കൂടുതൽ വിപണിയിലേക്ക് എത്തുമായിരുന്നത്. അതാണ് എൻ്റെ പോയിന്റ്. യെസ്.